റഷ്യയിലെ ചെച്നിയയിൽ നടന്ന കഥയാണ്. അവിടെ ഗ്രോസ്നി എന്ന പട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നല്ലവനായൊരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. മിഖായേൽ മിഖായിലോവിച്ച് എന്നായിരുന്നു അയാളുടെ പേര്. മിഖായിലോവിച്ച് ഒരു കഴുതയെ വളരെയധികം ഓമനിച്ചു വളർത്തിയിരുന്നു. വാനിയ എന്നായിരുന്നു അയാൾ അതിന് പേരിട്ടിരുന്നത്. കഴുത വളർന്നു വലുതായപ്പോൾ അതിനെ തന്റെ കച്ചവടത്തിന് വേണ്ടി ചുമടെടുക്കുവാൻ മിഖായിലോവിച്ച് പരിശീലിപ്പിച്ചു. ജോലിയിൽ മിടുക്കനായിരുന്നു വാനിയ. അതുകൊണ്ട് തന്നെ മിഖായിലോവിച്ചിന് വാനിയെ വളരെ ഇഷ്ടമായിരുന്നു. അടുത്തുള്ള ഗ്രോസ്നി പട്ടണത്തിൽ പോയി ഉപ്പ് വിൽക്കുകയായിരുന്നു മിഖായിലോവിച്ചിന്റെ ജോലി. എന്നും രാവിലെ തന്നെ ഉപ്പ് നിറച്ച ചാക്ക് വാനിയായുടെ പുറത്ത് കെട്ടിവച്ച് അയാൾ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കും. ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. പട്ടണത്തിലേക്ക് പോകും വഴി വാനിയായുടെ കാല് ഒരു കല്ലിൽ തട്ടി മുറിഞ്ഞു. വാനിയായെ കണ്ടിട്ട് മിഖായിലോവിച്ചിന് സങ്കടം തോന്നി. അയാൾ ആ ചുമട് വാനിയായുടെ പുറത്തു നിന്നും എടുത്ത് സ്വന്തം തലയിൽ വെച്ച് നടന്നാണ് അന്ന് പട്ടണത്തിൽ എത്തിച്ചത്. അന്നാണ് തന്റെ യജമാനൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് വാനിയക്ക് മനസ്സിലായത്. ഇത്രയും നല്ലൊരു യജമാനെ തനിക്ക് കിട്ടിയതോർത്ത് അവൻ മനസ്സിൽ സന്തോഷിച്ചു. വാനിയായെ കൂടാതെ മിഖായിലോവിച്ച് ഒരു നായയെ കൂടി വളർത്തിയിരുന്നു. ബോറിസ് എന്നായിരുന്നു അവന് പേരിട്ടിരുന്നത്. വാനിയായെപ്പോലെ തന്നെ മിഖായിലോവിച്ചിന് ബോറിസിനെയും വളരെ ഇഷ്ടമായിരുന്നു. അവന്റെ ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം മിഖായിലോവിച്ച് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും തന്റെ യജമാനന് തന്നെക്കാൾ ഇഷ്ടം വാനിയയോടാണെന്ന് അവൻ എപ്പോഴും ഒരു സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ വാനിയയോട് അവന് മനസ്സിൽ അസൂയയും തോന്നിയിരുന്നു. ബോറിസിന്റെ കൂട് വാനിയായെ കെട്ടിയിരുന്ന ലായത്തിന് അടുത്ത് തന്നെയായിരുന്നു. ദിവസവും വൈകുന്നേരം വാനിയ പട്ടണത്തിൽ പോയി വരുമ്പോൾ അന്നന്നത്തെ വിശേഷങ്ങളെല്ലാം ബോറിസിനോട് പറയും. അതെല്ലാം കേട്ട് അവനും പട്ടണത്തിൽ പോയാൽ കൊള്ളാമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നാറുണ്ടായിരുന്നു. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൻ വാനിയയോട് പട്ടണത്തിൽ പോകുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന മട്ടിൽ സംസാരിക്കുന്നത് പതിവായിരുന്നു. ഒരിക്കൽ അവൻ വാനിയയോട് ചോദിച്ചു, വാനിയ, സത്യത്തിൽ നിനക്ക് ബോറടിക്കാറേയില്ലേ? ഛേ, ആലോചിച്ചിട്ട് പോലും എനിക്ക് ബോറടിക്കുന്നു. അയ്യയ്യേ, ഛേ. എന്തിന്? എന്താ കാര്യം? പറ ബോറിസ്. അല്ല, എന്നും ഇങ്ങനെ ഒരേ ജോലി തന്നെ ചെയ്യാൻ നിന്നാൽ ആർക്കായാലും ബോറടിക്കില്ലേടാ. അതിപ്പോ നീയും എന്നും ഒരേ ജോലി തന്നെയല്ലേ ചെയ്യുന്നത്? അന്യരെ കണ്ടാൽ കുരയ്ക്കുക, കള്ളന്മാർക്ക് നേരെ ചാടി വീണ് കടിക്കുക. എന്നിട്ട് നിനക്ക് ബോറടിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ അത് പിന്നെ, എന്നാലും അതുപോലെയാണോ ഇത്? എന്നും ഇങ്ങനെ ഒരേ ഉപ്പുചാക്കും ചുമന്നുകൊണ്ട് ഒരേ പട്ടണത്തിലേക്ക് പോവാന്ന് വെച്ചാ ആർക്കായാലും ബോറടിക്കില്ലേ? ഇല്ല ബോറിസ്, നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, സ്വന്തം യജമാനനോട് തികഞ്ഞ സ്നേഹവും കൂറും ഉണ്ടെങ്കിൽ ഒരിക്കലും ജോലി ചെയ്യുന്നതിൽ ബോറടിക്കേയില്ല. അല്ല, അത് ശരിയാ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഒരു ചുമട്ടുകാരനായിട്ട് ജീവിതം തീർക്കാനാ നിന്റെ വിധിയെങ്കിൽ നീയായി, നിന്റെ പാടായി. എനിക്കെന്ത് ചെയ്യാനൊക്കും? ബോറിസ് തൽക്കാലത്തേക്ക് തടി തപ്പി. ഒരു ദിവസം വാനിയ പട്ടണത്തിൽ പോയി വന്ന് തന്റെ ലായത്തിൽ വിശ്രമിക്കുകയായിരുന്നു. വാനിയ, ഞാൻ ഓർക്കുകയായിരുന്നു, വാസ്തവത്തിൽ നീ എത്ര മാത്രമാ കഷ്ടപ്പെടുന്നത്. എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ശരിയാ ചങ്ങാതി, ഈ ഉപ്പ് ചാക്ക് ചുമന്ന് പട്ടണത്തിൽ വരെ എത്തിക്കുക എന്നത് അത്ര നിസ്സാര ജോലിയൊന്നുമല്ല. ഈയിടെയായിട്ട് തോളലിനും കാൽമുട്ടിനും ഒക്കെ ഭയങ്കര വേദനയാ. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ യജമാനൻ വളരെ മോശമായിട്ടാണ് നിന്നോട് പെരുമാറുന്നതെന്ന്. ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. യജമാനൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഓ പിന്നെ, ഈ ചുമട്, അത് ഇത്രയ്ക്ക് ഭാരമേറിയ ചുമട് നിന്നെ കൊണ്ടെടുപ്പിക്കുന്നത് മഹാദുഷ്ടത്തരമല്ലേ? അതും എല്ലാ ദിവസവും. അത് പിന്നെ യജമാനന് വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ ചുമന്നില്ലെങ്കിൽ ഭാരമേറിയ ഉപ്പ് ചാക്ക് എങ്ങനെ ടൗണിലെത്തിക്കും? അതിപ്പോ നീ ഇങ്ങനെ ചുമക്കാനുണ്ടായിട്ടല്ലേ യജമാൻ ഉപ്പിന്റെ കച്ചവടം നടത്തുന്നത്. അല്ലെങ്കിൽ അങ്ങേർക്ക് മറ്റെന്തെങ്കിലും കച്ചവടം നടത്തിക്കൂടെ? കുറച്ചുകൂടി ഭാരം കുറഞ്ഞ മറ്റെന്തെങ്കിലും. ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്റെ നടുവോടിയൊന്നും അങ്ങേർക്കൊരു പ്രശ്നമേ അല്ല. ലാഭമുണ്ടാക്കി സ്വന്തം കീശ വീർപ്പിക്കുന്നതിൽ മാത്രമാ മൂപ്പരുടെ ശ്രദ്ധ. അതാണ് അതിന്റെ സത്യം. ഏയ്, നമ്മുടെ യജമാനൻ അത്രക്കാരനേ അല്ല. നീ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ഇല്ല വാനിയ, നീ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല.
അതുമാത്രമല്ല, നീ ചെവിയിൽ നുള്ളിക്കോ. ഇത്ര വലിയ ഭാരമൊക്കെ ചുമന്ന് നടുവൊടിഞ്ഞ് ആരോഗ്യം നശിച്ച് വല്ല ക്ഷയരോഗിയാകുമ്പോ നിന്നെ യജമാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കും. പക്ഷെ അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എന്ന് ചോദിച്ചാ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ നീ ചെയ്യേണ്ടി വരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ബോറിസ് കാര്യമായി ആലോചിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു വഴിയുണ്ട്. എന്താ അത്? അതായത് നീ പട്ടണത്തിലേക്ക് ഉപ്പുചാക്കുമായി പോകുന്ന വഴിക്ക് ഒരു പുഴയുണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഉണ്ട്. ആഴം കുറഞ്ഞ ആ പുഴയിലൂടെ ഉപ്പുചാക്ക് നനയാതെ നടന്നാണ് എന്നും ഞങ്ങൾ പോവാറുള്ളത്. അവിടെയാണ് നീ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇനി മുതൽ പുഴ കുറുകെ കടക്കുമ്പോൾ യജമാനൻ അറിയാതെ വെള്ളത്തിൽ നീ ചെറുതായിട്ടൊന്ന് മുങ്ങണം. അയ്യോ, അങ്ങനെ ചെയ്താൽ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോവില്ലേ? പോകും. അതാണ് നമ്മുടെ ഐഡിയ. കുറച്ചുപ്പ് അങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു പോയാൽ നിന്റെ ചുമടിന്റെ ഭാരം കുറയും. അപ്പൊ നിനക്ക് കൂടുതൽ കഷ്ടപ്പെടണ്ടല്ലോ. എന്താ, ഇഷ്ടപ്പെട്ടോ എന്റെ ഐഡിയ? അപ്പോ യജമാനന്റെ പണം നഷ്ടപ്പെടില്ലേ? കുറച്ചുപ്പ് അലിഞ്ഞു പോകുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും വരില്ലെന്നേ. യജമാനൻ തീരെ അത് ശ്രദ്ധിക്കുകയുമില്ല. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? നിന്റെ ആരോഗ്യം നശിച്ച് നടുവൊടിയുന്നതിലും ഭേദമല്ലേ ഇത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം. കൗശലത്തിലൊന്ന് നോക്കിയിട്ട് ബോറിസ് അങ്ങ് കടന്നുപോയി. പാവം വാനിയ. അവനാകെ സംശയത്തിലുമായി. പിറ്റേന്ന് കാലത്ത് തന്നെ ചുമടുമായി വാനിയായും മിഖായിലോവിച്ചും പട്ടണത്തിലേക്ക് യാത്ര ആരംഭിച്ചു. നടന്ന് 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 അവർ പുഴയുടെ തീരത്തെത്തി. നദിയിലിറങ്ങിയപ്പോൾ പെട്ടെന്ന് നദിയിലൊന്ന് മുങ്ങി നിവർന്നു. ഉപ്പിന്റെ കുറച്ചു ഭാഗം വെള്ളത്തിൽ അലിഞ്ഞു പോയപ്പോൾ ചുമടിന്റെ ഭാരവും കുറഞ്ഞു. ബോറിസ് പറഞ്ഞു തന്ന ഐഡിയ കൊള്ളാമല്ലോ. ഭാരം വളരെയധികം കുറഞ്ഞു. പിന്നീട് എന്നും വാനിയ നദിയിൽ മുങ്ങുന്നത് ഒരു പതിവാക്കി. പക്ഷെ പതുക്കെ പതുക്കെ എന്തോ പന്തികേടുണ്ടെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അയാൾ വാനിയായെ അവൻ അറിയാതെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ മിഖായിലോവിച്ചും വാനിയായും പട്ടണത്തിലേക്ക് പോകും വഴി പുഴ കുറുകെ കടക്കുകയായിരുന്നു. പുഴയുടെ നടുക്കെത്തിയപ്പോ വാനിയ തിടുക്കത്തിൽ ചുമടുമായി പുഴയിൽ മുങ്ങി നിവരുന്നത് അവൻ കാണാതെ മിഖായിലോവിച്ച് കണ്ടു. പെട്ടെന്ന് മിഖായിലോവിച്ചിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. താൻ ഇത്രയും കാര്യമായിട്ട് പരിപാലിച്ചിട്ടും ഈ കഴുത തന്നോട് ഇങ്ങനെ ചെയ്തതിൽ അയാൾക്ക് അത്യധികം ദേഷ്യം തോന്നി. അത് ശരി, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. അയാൾ അങ്ങനെ മനസ്സിലുറച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ മിഖായിലോവിച്ചും വാനിയായും ചുമടുമായി പട്ടണത്തിലേക്ക് പോകാനിറങ്ങി. പതിവിന് വിപരീതമായി ഉപ്പുചാക്കിന് പകരം പഞ്ഞി നിറച്ചൊരു ചാക്കായിരുന്നു മിഖായിലോവിച്ച് വാനിയയുടെ പുറത്തു വെച്ചു കൊടുത്തത്. വാനിയയ്ക്ക് ഇത് മനസ്സിലായില്ല. പുഴ കുറുകെ കടന്ന് പകുതി എത്തിയപ്പോൾ വാനി എന്നത്തെയും പോലെ പെട്ടെന്ന് പുഴയിലൊന്ന് മുങ്ങി നിവർന്നു. പഞ്ഞി നിറച്ച ചാക്കിൽ വെള്ളം കയറിയപ്പോൾ അത് കുതിർന്ന് പഞ്ഞിയുടെ ഭാരം 3-4 ഇരട്ടിയായി അങ്ങ് വർദ്ധിച്ചു. പുഴയിൽ നിന്നും കരക്ക് കയറി ഏതാനും അടികൾ മാത്രം നടക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. അതിനുള്ളിൽ വേച്ച് വേച്ച് അവൻ കുഴഞ്ഞങ്ങ് നിലത്ത് വീണു. അവിടെ കിടന്നുകൊണ്ട് അവൻ തന്റെ യജമാനനെ ദൈന്യമായി ഒന്ന് നോക്കി. എന്തു പറ്റി വാനിയ? പുഴയിൽ മുങ്ങി നിവർന്നപ്പോ ഇന്ന് ഭാരം കൂടിയോ അതോ കുറഞ്ഞോ? യജമാനന് തന്റെ കള്ളത്തരമെല്ലാം പിടികിട്ടിയെന്ന് അവന് മനസ്സിലായി. അവന്റെ കണ്ണുകളിൽ നിന്നും പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. വാനിയ കരയുന്നത് കണ്ടപ്പോൾ മിഖായിലോവിച്ചിന് അവനോട് സഹതാപം തോന്നി. അയാൾ അവന്റെ പുറത്തെ നനഞ്ഞ പഞ്ഞിയുടെ കെട്ട് അഴിച്ചുകൊടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചു. താൻ തന്റെ യജമാനനോട് ചെയ്തത് ശരിയല്ല എന്ന് വാനിയക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും തന്റെ ജോലിയിൽ ആത്മാർത്ഥതക്കുറവ് കാണിക്കില്ല എന്ന് അവൻ ശപഥം ചെയ്തു. തന്നെ ചീത്ത വഴിയിലേക്ക് നയിച്ച നായയുമായിട്ടുള്ള കൂട്ടുകെട്ടും അതോടെ അവൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു.